بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه واجعلنا ممن يستمعون القول ويتبعون أحسنه واجعلنا من عبادك الصالحين جاء النبيون بالآيات فانصرمت وجئتنا بحكيم غير منصرم آياته كلما طال المدى جدد يزينهن جلال الإتق والقدم. യുക്തിവാദികളും ഖുർആനും എന്നതാണ് വിഷയം. ആദ്യമായി ഖുർആനിനെ കുറിച്ച് എല്ലാ മുഫസ്സിറുകളും അവരുടെ തഫ്സീറിൻ്റെ മുഖദ്ദിമയിൽ കൊണ്ടുവരുന്ന ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. മത്തിനിലേക്ക് വന്നാൽ ഖാല കിതാബുല്ലാഹ്, ഖുർആൻ എന്ന് പറയുന്നത് കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. കിതാബ് ഐ മക്തൂബ് എന്നാണ് അർത്ഥം. ഖുർആൻ എന്ന് പറഞ്ഞാൽ മക്റൂഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് ഖുർആൻ. ഫീഹി നബഉ മിൻ ഖബ്ലിക്കും, ഖുർആനിലുള്ളത് പൂർവികരുടെ വൃത്താന്തമാണ് ഖുർആനിലുള്ളത്. വഖബറു മാ ബാദക്കും, ശേഷമുള്ളവരുടെ വർത്തമാനവും ഖുർആനിലുണ്ട്. വഹുക്മു മാ ബൈനക്കും, ഖുർആനിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഖുർആനിലുണ്ട്, മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും. ഹുവൽ ഫസ്ൽ, അത് ഖണ്ഡിതമാണ്, ഖണ്ഡിതമായ തീരുമാനമാണ് ഖുർആൻ അറിയിക്കുന്നത്. ലൈസ ബിൽ ഹസിൽ, അത് വിനോദമല്ല. മൻ തറകഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാഹ്, ധിക്കാരപൂർവം ഖുർആനിനെ ഒരാള് അവഗണിച്ചു കളഞ്ഞാൽ അവന്റെ മുതുക് അള്ളാഹു ഒടിച്ചു കളഞ്ഞേക്കും. ومن ابتغى الهدى في غيره أضله الله, ഖുർആൻ അല്ലാത്തതിൽ നിന്ന് ഒരാൾ ഹിദായത്ത് അന്വേഷിച്ചാൽ, മാർഗദർശനം അന്വേഷിച്ചാൽ അവൻ പിഴച്ചു പോയത് തന്നെ. ഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ, അത് അള്ളാഹുവിന്റെ പക്ഷമാണ് ഖുർആൻ. വദ്ദിക്റുൽ ഹകീം, ഹുക്കുമും ഹിക്മത്തുമുള്ളതാണ് ഖുർആൻ. ഹുവ സിറാത്തുൽ മുസ്തഖീം, അത് മനുഷ്യനെ നേരായ ഇസ്തിഖാമത്തുള്ള വഴിയിൽ നടത്തുന്നതാണ്. ഹുവല്ലദീ ലാ തസീഉ ബിഹിൽ അഹ്വ, ഖുർആൻ ഒരാൾ അവലംബിച്ചാൽ അഹ്വാകൾ, ദേഹേച്ഛകൾ അവനെ വ്യതിചലിപ്പിക്കില്ല, വഴി തെറ്റിക്കില്ല. വലാ തൽതബിസു ബിഹി അൽസിന, ഖുർആൻ കൊണ്ട് ഒരാൾ സംസാരിച്ചാൽ അവന്റെ നാവിന് അബദ്ധം പിണങ്ങാനില്ല. വലാ യശ്ബഉ മിൻഹുൽ ഉലമാ, ഖുർആൻ കൊണ്ട് ഒരാൾ വയറ് നിറക്കാൻ തീരുമാനിച്ചാൽ ഖുർആൻ പഠിക്കുക, പിന്നെയും പഠിക്കുക, പിന്നെയും പഠിക്കുക, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ തന്നെ അവൻ അത് മതി വരില്ല. വലാ തൻഖളി അജായിബുഹു, 21-ാം നൂറ്റാണ്ടിൽ, 6-ാം നൂറ്റാണ്ടിലെ 7-ാം നൂറ്റാണ്ടിലെ മനുഷ്യർ പറഞ്ഞ അതേ ആശയം ഖുർആൻ ഇന്നും പറയുന്നു. ഖുർആനെ കുറിച്ച് പഠിക്കുന്നവർ അതിന്റെ അത്ഭുതങ്ങൾ ഇന്നും അറ്റുപോകുന്നില്ല. അനുദിനം ഇങ്ങനെ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. വഹാജത്തുൽ ഉമ്മത്തി മാസത്തുൻ ഇലാ ഫഹ്മിൽ ഖുർആൻ, ഈ ഖുർആൻ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. മൻ ഖാല ബിഹി സ്വദഖ്, ഖുർആൻ ഓതിയിട്ട് ആരെങ്കിലും നിങ്ങളോട് സംസാരിച്ചാൽ അത് സ്വദഖ്, സത്യമായിരിക്കും. മൻ അമില ബിഹി ഉജ്ർ, ഖുർആൻ കൊണ്ടാണ് ഒരാൾ കർമ്മം അനുഷ്ഠിക്കുന്നതെങ്കിൽ അത് പ്രതിഫലാർഹമായിരിക്കും, ഖുർആനിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ. വമൻ ഹകമ ബിഹി അദൽ, ഖുർആൻ കൊണ്ടാണ് ഒരാൾ വിധിക്കുന്നതെങ്കിൽ അത് നീതിപൂർവമായിരിക്കും. മൻ ദഅ ഇലൈഹി ഹുദിയ ഇലാ സിറാത്തിൽ മുസ്തഖീം,
ഖുർആൻ ഓതിയിട്ടാണ് ഒരാളെ നേർവഴിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പറയുന്നതെങ്കിൽ അത് നേരായ വഴിയായിരിക്കും. ഇത് ഖുർആനിനെ കുറിച്ച് എല്ലാ മുഫസ്സിറുകളും പല രീതിയിൽ അവരുടെ തഫ്സീറിന്റെ മുഖദ്ദിമയിൽ കൊണ്ടുവരുന്ന ഹദീസാണ്. ഇനി നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, അപ്പൊ നമ്മൾ ഈ കൂടിയിരിക്കുന്നവരൊക്കെ ഖുർആനിനെ കുറിച്ചിട്ട് ഇതാണ് കാഴ്ചപ്പാട്, മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ കേരളത്തിലെ ചില യുക്തിവാദികൾ നിങ്ങൾ നോക്കൂ, അവർ ഖുർആൻ ക്ലാസ് എന്ന പേരിൽ ഒരുപാട് ക്ലാസ്സുകൾ നടത്തുന്നു. ആ ക്ലാസിൻ്റെ ആകെ തുക എന്താണെന്ന് നോക്കിയാൽ അവർക്ക് ഖുർആൻ എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ സ്വാഗത പ്രഭാഷകൻ പറഞ്ഞതുപോലെ അവർക്കൊരു താല്പര്യമുണ്ട്. എന്താ താല്പര്യം? ഇവിടെയുള്ള ഫാസിസ്റ്റുകളെയും കാസക്കാരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർക്ക് തോന്നിയത് അവർ പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മുസ്ലിങ്ങൾ ഇങ്ങനെയാണെന്ന് പറയാം, എന്നിട്ട് അതിന് മറുപടിയും പറയാം. അപ്പൊ അതിന്റെ 1-2 സാമ്പിളുകളെ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ക്ലാസിന്റെ. ഇപ്പോ E.A. ജബ്ബാർ മാഷ്, പേരിൽ തന്നെ പറയാണ്, E.A. ജബ്ബാർ മാഷ് അദ്ദേഹത്തിന്റെ ഖുർആൻ ക്ലാസ് സമൂഹത്തോട്, അദ്ദേഹത്തിന്റെ ഓഡിയൻസ് ആരോടാണ് അദ്ദേഹം പറയുന്നത് എന്നെടുത്ത് പരിശോധിച്ചാൽ ഇവിടെയുള്ള ഫാസിസ്റ്റുകൾക്കും നാസിസ്റ്റുകൾക്കും കാസക്കാർക്കും ഇതുപോലുള്ള സിയോണിസ്റ്റുകൾക്കും എല്ലാവർക്കും തൃപ്തിപ്പെടുന്ന മാതിരി മുസ്ലിങ്ങളെ കൊച്ചാക്കിയും അവരെ തരം താഴ്ത്തിയും പ്രവാചകനെയും ഖുർആനിനെയും വളരെ മോശമായ ഭാഷയിൽ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇസ്ലാമിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. നിങ്ങൾ നോക്കൂ, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇസ്രായേലില് ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉണ്ട്. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഇസ്രായേലിൽ എന്തിനാണ്? അവിടെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ജൂതന്മാരാണ്. എന്താണ് അവരുടെ ലക്ഷ്യം? തൊട്ടടുത്ത അറബ് രാജ്യങ്ങളാണ്, അറബികൾക്കിടയിൽ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കണം, ഖുർആനിനെ കുറിച്ച് മോശ അഭിപ്രായം ഉണ്ടാവണം, അവരുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിയാനം ഉണ്ടാക്കണം എന്ന് കാലേക്കുട്ടി തീരുമാനിച്ചിട്ട് ഖുർആൻ ഇവിടുത്തെ കേരളത്തിലുള്ള ആപ്പാക്കുപ്പ യുക്തിവാദികൾ പറയും പോലെ അങ്ങ് ചെന്ന് പറയല്ല. അറബി ഭാഷ പഠിച്ച്, ഖുർആൻ പഠിച്ച്, അറബി ഭാഷയുടെ ശൈലി പഠിച്ച് വളരെ ഗവേഷണാത്മകമായി പണിപ്പെട്ടിട്ടാണ് അവർ ആ പണിയെടുക്കുന്നത്. അതിനൊരു അർത്ഥമുണ്ട് ആ ചെയ്യുന്നത്. കാരണം അവർ അറബി ഭാഷ പഠിക്കുന്നു, നിലവിലുള്ള എല്ലാ തഫ്സീറുകളും അവർ വായിച്ച് മുന്നോട്ട് വെക്കുന്നു, വായിച്ചിട്ട് അതിൻ്റെ അപ്പുറപ്പുറമുള്ള എന്താണ്, എങ്ങനെയാണ് ഇതിൽ നിന്ന് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന രീതി ഏത്, എങ്ങനെ പറഞ്ഞാലാണ് അത് ധരിക്കുക, അതിനെന്താണ് വഴി, ഇങ്ങനെ ഗവേഷണം ചെയ്യും. അതൊരു പഠനമാണ്. അത് ശരിയോ തെറ്റോ അത് വേറെ കാര്യമാണ്. അതൊരു പഠനമാണ്. ആ പഠനത്തിൽ തന്നെ അവരുടെ ഒരു വിമർശനം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അവരുടെ ഒരു വിമർശനം ഞാൻ ആ യൂണിവേഴ്സിറ്റി അവരുടെ ബ്ലോഗ് നിർത്തുകയാണ്. എന്താണ് അവർ പറയുന്നത് അറിയാം? പല തഫ്സീറുകളും ഇങ്ങനെ മുന്നിൽ വെച്ചു. പല സ്വഹാബാക്കളും ഖുർആനിനെ കുറിച്ചിട്ട് പല അഭിപ്രായങ്ങളും പറയുന്നു. ഒരേ ഒരു ഖുർആൻ, എന്റെ ഒരു ഖുർആനിന് പലതരം വ്യാഖ്യാനങ്ങൾ വന്നത് എന്തുകൊണ്ടാണ്? ഒരേ ഒരു ഖുർആൻ, അതിന് ഓരോ സ്വഹാബികളും ഓരോരോ അഭിപ്രായം പറയുന്നു. അത് റിവായത്ത് ചെയ്ത് പിന്നെ ഖുർആൻ തഫ്സീറുകളാക്കിയപ്പോൾ പല തഫ്സീറുകൾ വന്നു. അതെങ്ങനെ അങ്ങനെ വന്ന്? ഇതൊക്കെ അള്ളാഹുവിന്റെ ആശയങ്ങളല്ലേ? ഇതെങ്ങനെ വൈവിധ്യത്തിൽ വന്നു, വൈരുദ്ധ്യം വന്നു? ഇതാണ് അവരുടെ ചോദ്യം. എന്നിട്ട് അവർ കുറേ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു ഉദാഹരണം നമുക്കൊക്കെ അറിയുന്നത്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. നമ്മൾ എപ്പോഴും ഓതുന്നതാണ്. അവിടെ ഒറ്റ ഒരു ഉദാഹരണത്തിന്, ഇപ്പോ ഈ യുക്തിവാദികളുടെ എല്ലാ ക്ലാസ്സും നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ വിമർശന വിധേയമാക്കാൻ കഴിയില്ല. എന്താ കാരണം? അതൊരുപാടുണ്ട്. ചോറ് വെന്തോ ഇല്ലെന്ന് നോക്കാൻ ഒരു വറ്റെടുത്ത് പരിശോധിച്ചാൽ മതി, പോരെ? എല്ലാ വറ്റും കൂടി എടുത്ത് പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു വറ്റ് തള്ളക്കാരിൽ എടുത്തിട്ട് ഒരു വറ്റുമ്പോൾ നെക്കി നോക്കിയാൽ അറിയാം ഇത് വെന്തിക്കണോ ഇല്ലേ. ഒരൊറ്റ ക്ലാസ് എടുത്തിട്ട് വിമർശന വിധേയമാക്കിയാൽ അത് മതി ഈ ക്ലാസിന്റെ ഇത്. അതുകൊണ്ട് 1-2 ക്ലാസ്സേ പറയുന്നുള്ളൂ. ഇവര് ഈ അബാബീൽ എന്ന വാക്കിന് 5 തരം തഫ്സീറുകളുണ്ട്. 5 തരം തഫ്സീറുകളിൽ
ഒന്നെന്താണെന്നറിയോ? അൽ മുതഫർരിഖത്തു മിൻ ഹാഹുനാ വഹാഹുന. ഈ അബാബീൽ എന്നത് ബഹുവചനമാണ്. എന്നാൽ ഏകവചനമില്ലാത്തൊരു ബഹുവചനമാണ് അബാബീൽ. അബാബീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മുതഫർരിഖത്തു മിൻ ഹാഹുനാ വഹാഹുന. ഈ പക്ഷികൾ എങ്ങനെയാ വരുന്നത്? അൽ മുതഫർരിക, ചിതറി വരികയാണ്. ഇവിടുന്നും അവിടുന്നും നാനാഭാഗത്തുനിന്നും ചിതറി വരുന്നു എന്നാണ് ഒരു മാന. രണ്ടാമത്തെ മാന അൽ മുതാബിഅതു യത്ബഉ ബഅ്ദുഹു ബഅ്ദ. വേറെ തഫ്സീറിൽ വേറൊരു സ്വഹാബി അർത്ഥം പറയുന്നത് അബാബീൽ എന്ന് പറഞ്ഞാൽ തുടരെയാണ് വരുന്നത്. ഒന്നിന്റെ പിറകെ ഒന്നിന്റെ പിറകെ ഇങ്ങനെ കൂട്ടം കൂട്ടമായി വരുമ്പോൾ പോലും തുടരെ വരുന്നു എന്നാണ് വേറൊരാൾ അർത്ഥം പറഞ്ഞത്. മൂന്നാമതൊരർത്ഥം അൽ കസീറ, അസംഖ്യമാണ് ഈ പക്ഷികൾ. പക്ഷി ത്വയ്ർ എന്നതിന്റെ വിശേഷണമാണ് കേട്ടോ അബാബിൽ. കസീർ, ധാരാളം. 4 അൽ ജംഉ ബഅദൽ ജം, ഒരു കൂട്ടം വരും, പിന്നൊരു കൂട്ടം വരും, പിന്നൊരു കൂട്ടം, ഇങ്ങനെ ജമാഅത്ത് ഇങ്ങനെയാണ് വരുന്നത്. 4 മുഖ്തലിഫത്ത് അൽവാനു, ഈ പക്ഷികൾ പല നിറത്തിലുള്ളതാണ്. ഇത് പല തഫ്സീറുകളിൽ പല സ്വഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതെടുത്തിട്ട് ഖുർആനിനൊരു ഏതാശയമാണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ നമുക്കെന്നറിയാം, ഇതെല്ലാം കൂടി ജമ്മ ചെയ്താൽ ബഹു ആശയമാണ് കിട്ടുക. വസീഇൽ മആനി അളീമിഹ, ഖുർആനിക ആശയങ്ങൾ വലുതും മഹത്തരവുമാണ്, അത് ജലീലാണെന്ന് കിട്ടും. നിങ്ങൾ നോക്കൂ, ഓരോന്നും ഇങ്ങനെ ചേർത്ത് വെച്ച് നോക്കൂ. ഒന്ന് അൽ മുതഫർരിഖത്തു മിൻ ഹാഹുനാ വഹാഹുന, ഈ പക്ഷികൾ ചിതറി വരുന്നു. എങ്ങനെ? അൽ മുതാബഅ, തുടരെ വരുന്നു. എങ്ങനെ? അൽ ജംഉ ബഅദൽ ജം, ഒരു കൂട്ടാദ്യം വരും, പിന്നെ നിൽക്കല, പിന്നെ ഈ കൂട്ടത്തിന്റെ പിന്നാലെ വേറൊരു കൂട്ടം, അത് തന്നെ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ കസീറ, അസംഖ്യമായി വരുന്നു. അത് തന്നെ മുഖ്തലിഫ് അൽവാനു. ഈ ആശയങ്ങളെല്ലാം ചേർന്ന ഇത് മലയാള പരിഭാഷയിൽ കൊണ്ടുവരാൻ സാധ്യമല്ല. അറബിയിൽ തന്നെ അബാബീൽ എന്നതിന് ഈക്വലന്റ് ആയ ഒരു അറബി പരിഭാഷ കൊണ്ടുവരാൻ കഴിയില്ല. ഖുർആനിന് തഫ്സീർ എഴുതുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഖുർആനിലുള്ള വാക്കിന് ഈക്വലന്റായ ഒരു വാക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. നമുക്ക് എന്തേ കഴിയുള്ളൂ? അതിന്റെ മഅന തഖ്രീബുൽ ലിൽ മആൻ, മഅനകളെ കുറേയുള്ള ആശയങ്ങളെ ചേർത്ത് വെച്ച് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. അല്ലാതെ തഖ്രീബുൽ മഅനയല്ലാതെ ഈക്വലന്റ് ആയിട്ട് ഇതാണ് ഇതിന്റെ മീനിങ് എന്ന് പറയാൻ സാധ്യമല്ല. മലയാളത്തിൽ നമുക്ക് ആകുന്ന വിധത്തിൽ ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവിധ ഗവർണർമാർക്ക് എഴുതിയ കത്തിൽ കാണാം, ഫഖ്ഹു അദ്ദീന, നിങ്ങൾ ദീന് മനസ്സിലാക്കുക, വഅഗ്രിബു അൽ ഖുർആന, ഖുർആനിനെ അറബിയിൽ പഠിപ്പിക്കുക. നിങ്ങൾ ആദ്യം അറബി പഠിക്കണം, എന്നിട്ട് അറബിയിൽ ഖുർആനിനെ മനസ്സിലാക്കണം എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഗവർണർമാർക്ക് എഴുതാൻ കാരണം. ഇപ്പൊ പരിഭാഷകൾ വായിച്ചിട്ട് ഇതാണ് ഖുർആൻ എന്ന് പറയും. ഖുർആൻ വേറെ, പരിഭാഷകൾ വേറെ. ഖുർആൻ അല്ല തഫ്സീർ പോലും, തഫ്സീർ വേറെയാണ്. ഇത് ഇപ്പൊ ഇവരുടെ പഠനത്തിലത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഈ കേരളത്തിലുള്ള കാര്യത്തിലേക്ക് വന്നാൽ, ഇപ്പൊ ജബ്ബാർ മാഷിന്റെ ഒരു ക്ലാസ്സിൽ ഞാൻ എടുക്കാം. ജബ്ബാർ മാഷ് പരിഭാഷയ്ക്ക് പണ്ടൊരാൾ ചോദിക്കുമ്പോൾ, ഇത് ജബ്ബാർ മാഷും ഞാനും തമ്മിലൊരു സംവാദം ഉണ്ടായിരുന്നു. സംവാദത്തിന് കാരണം എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ഖുർആൻ ക്ലാസ് ഒരുപാടായപ്പോൾ എറണാകുളത്തിൽ വെച്ചുകൊണ്ടൊരു വിദ്യാർത്ഥി ചോദിച്ചു ജബ്ബാർ മാഷിന്റെ ഖുർആൻ ക്ലാസ്സിനെ കുറിച്ച്. ഞാൻ പറഞ്ഞു, അതിൽ ജബ്ബാർ മാഷെ കുറിച്ച് എനിക്ക് അടുത്തറിയുന്ന ഒരാളാണ് ഞാൻ. ജബ്ബാർ മാഷ്ക്ക് അറബി അക്ഷരം പോലും ചേർത്ത് വായിക്കാൻ അറിയാത്ത ഒരാളാണ്. അറബി അറിയാത്ത ഒരാൾ അറബിയിലുള്ള ഖുർആൻ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? ഇപ്പൊ ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ ഡ്രൈവിംഗ് ക്ലാസ് പഠിപ്പിക്കുന്നത് പോലെയാണത്. ഡ്രൈവിങ്ങിനെ കുറിച്ച് പ്രഭാഷണം ചെയ്യാൻ പറഞ്ഞാൽ ഒരുപാട് പ്രഭാഷണം ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഡ്രൈവിംഗ് പഠിപ്പിക്കണമെങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം, ട്രാഫിക് നിയമമൊക്കെ അറിഞ്ഞിരിക്കണം, എന്നൊരാൾക്കേ അത് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റൂ. അറബി ഭാഷ തീരെ അറിയാത്ത ഒരാൾ ഖുർആൻ അറബിയിലാണ്, അതെങ്ങനെ പഠിപ്പിക്കും? അത് ഗൂഗിളിന്റെ സഹായത്തിൽ പഠിപ്പിക്കാലോ.
ഞാൻ ചോദിച്ചു, ആയിക്കോട്ടെ, നിങ്ങളെ നാട്ടിലെ ഒരു സ്കൂളിൽ ഒരു ഹിന്ദി അധ്യാപകൻ ആവശ്യമുണ്ട്. അദ്ദേഹത്തിന് ഹിന്ദി അറിയാറില്ല. നിങ്ങൾ വിളിക്കുമ്പോൾ അയാൾ പറയും എനിക്ക് ഹിന്ദി അറിയുന്നില്ല, ഞാൻ ഈ പുസ്തകമൊക്കെ ഗൂഗിൾ സഹായത്തോട് പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. നിങ്ങൾ നിർത്തുമോ? വേറൊന്നും ചോദിക്കാനില്ല. ഇതുപോലെ ഗൂഗിളിൽ ഒരു പരിഭാഷ പഠിച്ചവർക്ക് അറിയാം, ഗൂഗിളിന് തോന്നിയതാ തരിക. ഇത് ശരി ഇനി തന്നാ തന്നെ ഇത് ശരിയാണെന്ന് ഒത്തു നോക്കണമെങ്കിലും വേണ്ടേ അറിവ്. അപ്പോൾ അദ്ദേഹം വന്ന സംവാദത്തിൽ പറഞ്ഞൊരു കാര്യം, എനിക്ക് SLC-യിൽ 50% മാർക്കുണ്ട് എന്നാണ്. അദ്ദേഹം SLC-യിൽ പരീക്ഷ എഴുതിയ കാലത്ത് 25% മാർക്ക് ചോദ്യപേപ്പർ പകർത്തിയ മാർക്ക് കിട്ടും. ഒരു ഉത്തരവും അറിയില്ല ഒരാൾക്ക്, ചോദ്യപേപ്പർ അതേമാതിരി അങ്ങ് പകർത്തി എഴുതിയാൽ 25% മാർക്ക് കിട്ടും. പിന്നെ പഠിച്ചിട്ട് കിട്ടുന്നത് കറക്കി കുത്തിയാൽ കിട്ടുന്ന 25%. അതാണ് ഖുർആൻ പഠിപ്പിക്കാനുള്ള യോഗ്യതയായി അദ്ദേഹം പരസ്യമായി ആ സംവാദത്തിൽ പറഞ്ഞത്. ഏതായാലും അദ്ദേഹത്തിന്റെ ഒരു തഫ്സീറിൽ അദ്ദേഹം പറയുന്നു, ഞാൻ കേൾക്കാറില്ല അദ്ദേഹത്തിന്റെ ക്ലാസ് കേട്ടോ. സംവാദത്തിന് പോകുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കണമല്ലോ, അതിനുവേണ്ടി കേട്ട ഒരു സംഗതി. അദ്ദേഹം സൽമാൻ ഫാരിസി, അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാറില്ല എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ്. രണ്ട്, അവരോടൊക്കെ മറുപടി പറയാന്നുള്ളത് മല്ലം യുസദ്ദിഖ് ബിൽ കിതാബി വസുന്നതി ഫജവാബുഹു അല്ലാ യുജീബ വതസ്ഖുത എന്നാണ്. ഒരാൾക്ക് ഖുർആനും സുന്നത്തും അറിയാത്ത ഒരു മനുഷ്യൻ, വിശ്വസിക്കാത്ത ഒരു മനുഷ്യൻ, ഫജവാബുഹു, അയാളോട് നിങ്ങൾ എന്തെങ്കിലും അയാളുടെ വാദത്തിന്, അയാളുടെ എന്തെങ്കിലും ജൽപ്പനങ്ങൾക്ക് മറുപടി പറയാന്നുള്ളത് അല്ലാ യുജീബ്, മറുപടി പറയാതിരിക്കാനുള്ളതാണ് മറുപടി. വതസ്കുത, മിണ്ടാണ്ടിരിക്കലാണ്. ഒരു വിവരമില്ലാത്ത ഒരാൾ വന്ന് വിവരമുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ വളരെ പഠിച്ച് പ്രഗത്ഭരായ ആളുകൾ അന്ന് അയാളോട് ഏറ്റുമുട്ടുമ്പോൾ ഈ ജാഹിലും ഈ ആലിമും തമ്മിൽ, ജാഹില് മാത്രമല്ല ജഹില് മുറക്കബാണ്. ജഹില് തന്നെ രണ്ടെണ്ണമുണ്ട്. ജഹില് ബസീത്ത്, അറിയില്ലാത്ത കാര്യം സാമാന്യമായി മനുഷ്യന്മാർ പറയും. തിരൂരിക്ക് എങ്ങനെ പോവാ? അറിയാത്ത ഒരാൾ പറയും എനിക്കറിയില്ല. നിങ്ങൾ അറിയുന്ന ഒരാളോട് ചോദിച്ചോളൂ, ഞാൻ മൊത്തം പുതിയ ഒരാളാണ്. ജഹില് മുറക്കബ് പറഞ്ഞ സാധനമുണ്ട്, എനിക്ക് അറിയില്ല എന്നും കൂടി അറിയില്ല. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു വളവ് വേണം, അവിടുന്ന് ഇങ്ങനെ പോയാൽ ഇങ്ങനെ എത്തും എന്ന് പറയും. അറിയാത്ത കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അയാൾ ചെന്ന് വട്ടം കറങ്ങും. അറിയില്ല എന്ന് പോലും അറിയാത്തവൻ മറ്റുള്ളവർക്ക് ശല്യക്കാരനാണ്, ഇടങ്ങേറുണ്ടാക്കും. അയാളുടെ സമയനഷ്ടം, പെട്രോളാണ്, വണ്ടിന്റെ പെട്രോളിന് നഷ്ടം, എല്ലാം കൊണ്ട് ക്ഷീണമല്ലേ. ജഹില് മുറക്കബ് വലിയ ദ്രോഹമാണ് സമൂഹത്തിൽ. അറിയാത്ത കാര്യം അറിയില്ല എന്ന് തോന്നുക. അദ്ദേഹം കൊടുക്കുന്ന ഖുർആൻ ക്ലാസിന്റെ തംലൈനുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. എന്താ പരിശോധിച്ചാൽ ഇസ്ലാം ഇതോടുകൂടി പൊളിഞ്ഞുപോയി. ഈ ക്ലാസ്സിന്റെ ഹെഡിങ് അത്, ഇസ്ലാം ഇപ്പൊ സക്കറാത്തിന്റെ ഹാലിലാണ്, ഐസിയുലാണ്, ഇതോടുകൂടി ഇസ്ലാം മതം പൊളിഞ്ഞുപോയി എന്നും പറഞ്ഞുകൊണ്ടാ ക്ലാസ്. അപ്പൊ കേൾക്കുമ്പോൾ നമ്മളെ കോയന്മാരെന്താക്കും, പഠിച്ചോനെ ഇസ്ലാം മതം പൊളിഞ്ഞു കൊണ്ടൊരായത്തോ എന്നാ കേട്ടാ വല്ല ക്ലാസ് എന്ന് എഴുതിയിട്ട് നമ്മളെ കേൾപ്പിക്കാൻ അയാൾ എടുക്കുന്ന ഒരു ഹിക്മത്താണ്. കാരണം ഒരു മോശം കമന്റ് ഇട്ടാലും വരുമാനമാണല്ലോ. സൂറത്തുൽ ബക്കറയിലെ 62-ാമത്തെ വചനമാണ് അദ്ദേഹം ദീൻ ഇസ്ലാം പൊളിഞ്ഞുപോയി സക്കറാത്തിന്റെ ഹാലിലാണെന്ന് പറഞ്ഞിട്ട് എഴുതുന്ന ആയത്ത്. എന്താണ് ആ ആയത്തിലുള്ളത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് നോക്കൂ. സൽമാനുൽ ഫാരിസി, അദ്ദേഹത്തിന്റെ വാദം ഞാൻ പറയട്ടോ. സൽമാനുൽ ഫാരിസി നബിയോട് ജൂതന്മാരെ കുറിച്ചിട്ട് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. നബിക്കത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ജൂതന്മാരൊക്കെ മോശക്കാരെന്നാണ് നബിയുടെ ധാരണ. പക്ഷെ അത് സൽമാൻ ഫാരിസിക്ക് അത് ഇഷ്ടമായില്ല. അവർ നല്ലവരാണ്, അങ്ങനെയാണ്, ഇങ്ങനെ അവരെ കുറേ പുകഴ്ത്തി പറയാണ്. ഞാനീ പറയുന്നത് വെറുതെ പറയല്ല, അത് വാഹിദിയിലുണ്ട് എന്നാ പറയുന്നത്. സബബുൻ നുസൂൽ പറയുന്ന 2 കിതാബുണ്ട് ജബ്ബാർ മാഷുവിന്റെ, ഒന്ന് തഫ്സീറുൽ വാഹിദി, ഒന്ന് തഫ്സീറുൽ വാഹിദി. ഈ തഫ്സീറുൽ വാഹിദിയിൽ ഉണ്ട് എന്നാ പറയുന്നത്. ഞാൻ തഫ്സീറുൽ വാഹിദി എടുത്ത് പരിശോധിച്ച് നോക്കി. തഫ്സീറുൽ വാഹിദിയിൽ അങ്ങനെയല്ല. അവിടെ പറയുന്നതാവട്ടെ, മുഹമ്മദ് നബി ജനിക്കുന്നതിന്റെ മുമ്പേ, നബി ആഗതനാകുന്നതിന്റെ മുമ്പേ ജൂതന്മാർ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുകയും മുഹമ്മദ് നബി ഒരു പ്രവാചകൻ വരുന്നതിനെ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നവരായിരുന്നു ജൂതന്മാർ. ഇതാണ് അവിടെയുള്ള ചർച്ച. അത് മാറ്റിവെച്ചിട്ട് ഇന്നത്തെ ജൂതന്മാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. മുഹമ്മദ് നബി വന്നതിന് ശേഷമാണെന്നാണ് അവിടെ അദ്ദേഹം പറയുന്നത്. അവിടെ പറയുന്നതന്നെ അങ്ങനെയാണ്, കാനു യുസല്ലൂൻ. ആ കാനു എന്ന് പറഞ്ഞാൽ ആ ജൂതന്മാർ, നബി വരുന്നതിന് മുമ്പുള്ള മൂസാ നബിയെ പിന്തുടർന്നു വരുന്നവർ, അവർ യുസല്ലൂൻ, നമസ്കരിക്കുന്നവരാണ്. വയസൂമൂൻ,
അവർ നോമ്പ് നോൽക്കുന്നവരാണ്. വയുഅ്മിനൂൻ ബിക്, താങ്കളിൽ വിശ്വസിക്കുന്നവരാണ്. അന്ന് മുഹമ്മദ് നബി വന്നിട്ടില്ല, വരാൻ പോകുന്ന നബിയെ അവർ വിശ്വസിച്ചിരുന്നു. വയഷ്ഹദൂൻ, അവര് സാക്ഷ്യം വഹിച്ചിരുന്നു. അന്നക തുബ്അസു നബിയ്യ. ഈ ഭാഗങ്ങളൊക്കെ അദ്ദേഹം വാഹിദി വായിക്കുന്നില്ല, വാഹിദിയിൽ ഉണ്ട് എന്ന് ഇങ്ങനെ പറയാണ്. ഞാൻ വാഹിദി എടുത്ത് പരിശോധിച്ചു. ഞാൻ ചോദിച്ചു, എന്നിട്ട് ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, ഇത് വാഹിദി നിങ്ങളൊന്ന് കാണിച്ചുകൊണ്ടാ? ഇംഗ്ലീഷ് വാഹിദിന്റെ ഇംഗ്ലീഷും ഉണ്ട്, അറബിയും ഉണ്ട്, കാണിച്ചു തരൂ. എന്നിട്ട് ഈ ആയത്ത് വെച്ചിട്ടാണ് പറയുന്നത്, ഇന്നല്ലദീനാമനു വല്ലദീന ഹാദു വന്നസ്വാറ. ഇതിവിടെ സർവമത സത്യവാദത്തിന്റെ ആളുകൾ എല്ലാവരും ഉദ്ധരിക്കുന്ന ആയത്താണ്. ഇതാണ് ദീൻ ഇസ്ലാം പൊളിഞ്ഞു. കാരണം ഇസ്ലാമിന് മാത്രം പ്രത്യേകതല്ല, ജൂതന്മാരും ക്രിസ്ത്യാനികളും കൂടി ഒറ്റക്കെട്ടാണ്, എല്ലാം കൂടി സാമ്പാർ വെച്ചമാരി ഒന്നാണ് എന്നാണ് ഈ ഖുർആൻ പറയുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം ഇട്ട് 1 മണിക്കൂർ അവതരിപ്പിക്കുക ചെയ്യുന്നത്. ഈ ഒരൊറ്റ ആ വചനം അദ്ദേഹം പറഞ്ഞതുപോലെ വാഹിദിയിലില്ല, പച്ചക്കള്ളം പറയുകയാണ്. പച്ചക്കള്ളം പറഞ്ഞിട്ട് ഐശ്വര്യാണെന്നാ പറഞ്ഞത്. പക്ഷെ എന്നാ പിന്നെ ഇതിനെത്ര വീഡിയോ ഇറക്കേണ്ട കാര്യം? ഇപ്പം മരിച്ചു പോകേണ്ട ഒരു കാര്യത്തിന് എന്തിനാ പിന്നെ വീഡിയോ ഇറക്കി പ്രഭാഷണം ചെയ്ത് ക്ലാസ് എടുക്കേണ്ട കാര്യം? ദീൻ ഇസ്ലാം പൊളിച്ചാൻ വേണ്ടിയിട്ടാണല്ലോ മൂപ്പര് ശ്രമിക്കുന്നത്. ശരി, അത് നടക്കട്ടെ. ഞാൻ അങ്ങോട്ട് രണ്ടാമത് മൂപ്പര് പറയുന്നത് നോക്കൂ. വേറൊരു വീഡിയോ, ഇപ്പം അടുത്തിറങ്ങിയൊരു വീഡിയോ. മുസ്ലിങ്ങളിൽ വിവാഹമില്ല, ഉള്ളതെന്താ? വ്യഭിചാരം മാത്രം. ഓ, ക്ലാസ് ഈ തംബ്ലൈനുകളൊക്കെ കണ്ടാണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്. മുസ്ലിങ്ങളിൽ വിവാഹമേ ഇല്ല, പിന്നെന്താ ഉള്ളത്? വ്യഭിചാരം മാത്രം. ഇത് ഒരു പരസ്യമായി യൂട്യൂബിന്റെ തംബ്ലൈന് കൊടുക്കുകയാണ്. ഇതാർക്ക് വേണ്ടിയായിരിക്കും ഇങ്ങനെ കൊടുക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മുസ്ലിങ്ങൾ നന്നാവണം. മുസ്ലിങ്ങളുടെ ഇപ്പൊ യുക്തിവാദികളുടെ ആദ്യകാല നേതാക്കന്മാരുണ്ട്, നമുക്കറിയാം. സഹോദരൻ അയ്യപ്പൻ, അദ്ദേഹത്തിന്റെ മകളെ പേരിന്റെ ഫാത്തിമ എന്നാണ് അദ്ദേഹത്തിന് ഇട്ടത്. അദ്ദേഹത്തിന്റെ പേര് സഹോദരൻ, അദ്ദേഹം പേര് പിന്നെ സ്വീകരിക്കുകയാണ് അയ്യപ്പൻ എന്നുള്ളത്. അദ്ദേഹം എവിടെയാണോ നന്മ കണ്ട നന്മ സ്വീകരിക്കുന്നു, തിന്മ കണ്ട തിന്മയെ എതിർക്കുന്ന ഒരു മനുഷ്യനാണ്. ആദ്യകാല യുക്തിവാദികൾ അതാണ്. നാട്ടിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരാണ്. ഇവരൊക്കെ ഒരു സമൂഹത്തിലെ അന്ധവിശ്വാസത്തെ എതിർക്കാനാണെങ്കിൽ ഇങ്ങനെയാണോ തംബ്ലൈൻ വെക്കുക? എന്താ അത് വെക്കാൻ പ്രേരണ? ആ വീഡിയോ കേട്ടു നോക്കി നോക്കൂ. എന്താ പറയുന്നത്? മുസ്ലിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ മഹർ കൊടുക്കുന്നു. മഹർ എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിന് കൊടുക്കുന്ന, വ്യഭിചരിച്ച് കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്ന സംഖ്യക്കാണ് മഹർ എന്ന് പറയുക. ഞാൻ അദ്ദേഹത്തോട് സംവാദത്തിൽ ചോദിച്ചു, ആയിക്കോട്ടെ, ഇന്ന് ലോകത്ത് ഒരുപാട് അറബി ഡിക്ഷണറികളുണ്ട്. മഹർ എന്ന വാക്കിന് വ്യഭിചാരിക്ക് കൊടുക്കുന്ന സംഖ്യയാണ് എന്ന് ഏതെങ്കിലും അറബി ഡിക്ഷണറി, മുസ്ലിങ്ങളല്ലാത്തവർ എഴുതിയിട്ടുണ്ട് അറബി ഡിക്ഷണറി? ഒരു മുഞ്ചിദ്, ഒരു ഫാദർ എഴുതിയതാണ്, നിങ്ങൾ അതിന് ഉദ്ധരിച്ചാൽ മതി. ജൂതന്മാർ അറബി ഡിക്ഷണറി എഴുതിയിട്ടുണ്ട്, അതിന് ഉദ്ധരിച്ചാൽ മതി. മുസ്ലിങ്ങൾ വേണ്ട. മഹർ എന്ന വാക്കിന് വ്യഭിചാരിക്ക് കൊടുക്കുന്ന സംഖ്യയാണെന്നാ താങ്കൾ പറയുന്നത്. തെളിവ് വേണം. വെറുതെ ഒരു സമൂഹത്തിന്റെ മേൽ ആരോപണം ഉണ്ടാക്കിക്കൂടാ. അദ്ദേഹം അത് പറയുന്നില്ല. ഞാൻ പിന്നെ യൂട്യൂബിൽ മറുപടി പറയാന്നാ പറഞ്ഞത്. ഇതുവരെ യൂട്യൂബിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. പിന്നെ പറയുന്ന സംഗതി എന്താണ്? ഫത്ഹുൽ മുഈനിൽ ഈ മഹർ എന്ന വാക്ക് ഖുർആനിൽ പരാമർശിച്ചിട്ടില്ല. ഇനി നമുക്ക് അദ്ദേഹത്തെ മാറ്റി വിടുക, അദ്ദേഹത്തിന്റെ വിട്ടേക്കുക. മഹർ എന്നത് ഖുർആനിൽ ഉപയോഗിച്ചിട്ടില്ല ആ വാക്ക്. സ്വദുഖ്, സ്വദാഖ, സുദഖ്, ഇതിൽ നിന്നൊക്കെയുള്ള വാക്ക്. സൂറത്തുൻ നിസായിലെ 4-ാമത്തെ വചനം. എന്ന് പറഞ്ഞ സ്വദഖ്, സുദഖിന്റെ ഒക്കെ ബഹുവചനമാണത്. സ്വദഖ അല്ലെങ്കിൽ സ്വിദാഖ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ സത്യം പറയുന്നതിനാണ് അത് ഉപയോഗിക്കുക. അതിന്റെ ഭാഷാർത്ഥം അതാണ്. വിവാഹ ജീവിതത്തിൽ ഇണയോട്, വധുവിനോട് ഞാൻ സത്യമേ പുലർത്തൂ, ഞാൻ ഈ കാണിക്കുന്ന ഉടമ്പടി നീതിപൂർവവും ആത്മാർത്ഥവുമാണെന്ന് സത്യപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് മുസ്ലിങ്ങളല്ലാത്ത അറബി ഡിക്ഷണറികൾ എഴുതി വെച്ചിട്ടുള്ളത്. മഹർ എന്ന വാക്ക് ഖുർആനിലില്ല, പകരം സ്വദഖാത്ത് എന്നാണ്. അത് സ്വിദഖ്, സത്യം എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. ആ പേര് വെക്കാൻ കാരണം വിവാഹത്തോട് കാണിക്കേണ്ട മര്യാദകളോട്, അതിന്റെ ഉടമ്പടികളോട് ആ ആത്മാർത്ഥമായി ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞതിനോട് സത്യസന്ധമായാണ് പറയുന്നത്. അത് ഞാൻ പുലർത്തും
എന്ന ഒരു ഉൾവിളിയാണ്, ഒരു തേട്ടമാണ് ഈ പേര് വെക്കാൻ കാരണമെന്നാണ് എല്ലാ ഡിക്ഷണറിയിലും ഉള്ളത്. അത് മറച്ചു പിടിച്ച് ഈ മഹർ എന്ന വാക്ക് ഉപയോഗിക്കുകയാണ്. മഹർ ഖുർആൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ആ വാക്കിൽ ഒരു തെറ്റായ ധ്വനിയുമില്ല. ഫത്തുഹുൽ മുയിൻ ഉണ്ടെന്ന് ശരിയാണ്. ഫത്തുഹുൽ മുയിൻ എന്താണെന്നറിയോ? നമ്മളൊന്ന് പറയും. പിന്നെ മാത്രമല്ല, ഫത്തുഹുൽ മുയിൻ ഉണ്ട് അങ്ങനെ തന്നെ വിശ്വസിച്ചോളൂ. ലോകത്ത് എത്രങ്ങാനും മുസ്ലിം പ്രസ്ഥാനങ്ങളുണ്ട്, ചിന്താ പ്രസ്ഥാനങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്തെ ഇസ്ലാമി, ഒരുപാട് കക്ഷികളുണ്ട്. ഇവരൊക്കെ ഈ ഫത്തുഹുൽ മുയിൻ, സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയ ഫത്തുഹുൽ മുയിൻ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ആ ആശയത്തോട് യോജിപ്പ് പോലും ഉണ്ടാവില്ല. ഈ മഹറിന്റെ വിഷയത്തിൽ ഒരു യോജിപ്പൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എല്ലാ മുസ്ലിങ്ങളെയും ഖുർആൻ ക്ലാസ് എന്ന പേരിൽ ഒരു തഫ്സീറിലും കാണാത്തപ്പോൾ, ഒരു ഡിക്ഷണറിയിലും കാണാത്തപ്പോൾ, ആരോ ഒരാൾ മലയാള പരിഭാഷ എഴുതിയ പരിഭാഷയും കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും വാട്സപ്പിലെ ചർച്ചയും കൊണ്ടുവന്ന് ഖുർആൻ ക്ലാസ്സാന്നും പറഞ്ഞുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും വ്യഭിചാരമാണ് ചെയ്യുന്നത്, മുസ്ലിങ്ങളിൽ വിവാഹമേ ഇല്ല എന്ന് പറഞ്ഞാൽ അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. എന്നിട്ട് മറ്റൊന്നിന്റെ താഴെ വരുന്ന കമന്റ് നോക്കിയാൽ വളരെ മോശമാക്കിയിട്ട് മുസ്ലിങ്ങൾ ചിത്രീകരിക്കുന്ന കമന്റുകളും. മഹർ എന്നതിന് ഫിഖ്ഹിൽ എഴുതുമ്പോൾ ആ വാക്ക് ഏതെല്ലാം അർത്ഥത്തിൽ എങ്ങനെയെല്ലാം ഉപയോഗിക്കും അതെല്ലാം അവർ കൊണ്ടുവരും. അതിൻ്റെ ലുഗ്വിയായ മാന, ഒരു ഭാഷയിൽ അതിന് എന്തെല്ലാം അർത്ഥമുണ്ട് അത് കൊണ്ടുവരും. ഇസ്തിലാഹ്, സാങ്കേതികപരമായി എന്തെല്ലാം അർത്ഥമുണ്ടോ അത് കൊണ്ടുവരും. നിയമപരമായ ഒരു വാക്കിന് പല അർത്ഥം ഉണ്ടാവും. ഇപ്പൊ കോടതിയിലുള്ള വ്യവഹാരങ്ങളുടെ ഭാഷയായിരിക്കില്ല നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗത്തിലുള്ള മാന, ആ അർത്ഥം കൊണ്ടുവരും. സിയാക്ക്, സന്ദർഭപരമായി വരുന്ന അർത്ഥവ്യത്യാസങ്ങൾ അവർ കൊണ്ടുവരും. ഇങ്ങനെ എല്ലാം കൊണ്ടുവരും, അത് സ്വാഭാവികമാണ്. തമാശക്ക് മഹർ എന്ന് പറഞ്ഞ സ്ത്രീധനം എന്നാണ്. മഹറിന്റെ അർത്ഥം സ്ത്രീക്ക് കൊടുക്കുന്ന ധനം എന്നാണ്, സ്ത്രീധനം എന്നാണ് മഹർ. ഇസ്ലാമിൽ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീധനം തിരിച്ചാണ് കേട്ടോ. പെൺവീട്ടുകാർ പുരുഷന് ഇങ്ങോട്ട് കൊടുക്കുന്ന പുരുഷധനത്തിനാണ് സ്ത്രീധനം നമ്മൾ പറയല്. അത് തന്നെ സ്ത്രീകളെ കഷ്ടപ്പെടുത്താനുള്ളതാണ്. തൊള്ളി തോന്നിയതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 100 പവനും 200 പവനും പറമ്പും പലതുമാണ്. ഇവിടെയാണ് ഇസ്ലാം പറയുന്നത് സ്ത്രീകൾക്ക് അങ്ങോട്ടാണ് കൊടുക്കേണ്ടത്. ഈ പുരുഷധനം കൊണ്ട് നമ്മൾ ഇന്ന് നാട്ടിൽ പറഞ്ഞ സ്ത്രീധനം നമ്മുടെ സർക്കാർ നിരോധിച്ചതാണ്. സമൂഹത്തിൽ നിരോധിച്ചിട്ട് പോലും സമൂഹത്തിൽ വ്യാപകമാണത്. അതിനെക്കുറിച്ച് യുക്തിവാദികൾ മിണ്ടുന്നില്ല. സാമൂഹ്യ നന്മയാണ് ഉദ്ദേശിക്കുന്നതിൽ ഈ സ്ത്രീധനമല്ലേ പറയേണ്ടത്? അത് പറയുന്നില്ല. പുരുഷൻ അധ്വാനിച്ച് അവന്റെ പണം കൊണ്ട് സ്ത്രീയെ വിവാഹം കഴിക്കണം, ആ കൊടുക്കുന്നതിനാണ് മഹർ എന്ന് പറയുക. ആ മഹർ നിശ്ചയിക്കേണ്ടത് സ്ത്രീയാണ്. എനിക്കെന്ത് വേണം എന്ന് തീരുമാനിക്കുന്നത് സ്ത്രീയാണ്. സ്ത്രീയുടെ വാപ്പാക്ക് പോലും അധികാരമില്ല. സ്ത്രീകൾക്ക് കൊടുക്കണം എന്നാണ്. അത് വാങ്ങാൻ സ്ത്രീകൾക്കാണ് അവകാശമുള്ളത്. കുട്ടിന്റെ വാപ്പാക്ക് പോലും അത് സംഖ്യ തീരുമാനിക്കാൻ അവകാശമല്ല. കുട്ടിന്റെ സമ്മതത്തോടു കൂടിയേ പറ്റുള്ളൂ. എന്തായാലും ആവട്ടെ, ഈ കാര്യം ഇതില് രണ്ടാമത്തെ ഒരു കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. യുക്തിവാദികൾക്ക് എന്താ വിവാഹം? ഇത് പറയുന്ന ആളുകൾ ആരാണ്? യുക്തിവാദികളാണ്. യുക്തിവാദികൾക്ക് വിവാഹമുണ്ടോ? ഈ ജബ്ബാർ മാഷ് തന്റെ ഭാര്യയെ മഹ്ർ കൊടുത്ത് കല്യാണം കഴിച്ച ആളാണ്. എനിക്കത് അറിയുന്ന കേസാണ്. വ്യഭിചാര കൂലിയാണ് മഹ്ർ എങ്കിൽ ഈ വ്യഭിചാര കൂലി കൊടുത്തിട്ടാണ് അങ്ങേര് വിവാഹം കഴിച്ചിട്ടുള്ളത്. ഇനി അങ്ങേര് അങ്ങ് വിട്ടോളൂ. തന്റെ പിതാവ് തന്റെ ഉമ്മാക്ക് കൊടുത്തത് ഇതേ മഹറല്ലേ? വ്യഭിചാര കൂലിയാണെങ്കിൽ താൻ ജനിച്ചത് വ്യഭിചാരത്തിലായി പോകൂലേ? സംശയമാണ്. ഞാൻ അങ്ങനെ അദ്ദേഹം വ്യഭിചാരത്തിന്റെ മാനാന്ന് ഞാൻ പറയുന്നില്ല. ഈ സമൂഹത്തോടാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ വാപ്പ ഉമ്മാക്ക് കൊടുത്തത്, സഹോദരിക്ക് അളിയൻ കൊടുത്തത് എന്താണ്? എന്തോ ഒരു വേണ്ടാത്ര ഈ പറയുന്നത്. മഹർ എന്നതിന് ഈ ഒരു അർത്ഥമുണ്ട്. എന്തർത്ഥം? ഫത്ഹുൽ മുഈനിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ഭാഷയിൽ തമാശക്ക് എന്നല്ല, മജാസിയായിട്ട് ആലങ്കാരികമായിട്ട് ഒരാൾ വ്യഭിചരിച്ചിട്ട് സ്ത്രീക്ക് എനിക്ക് ആ മഹർ, സ്ത്രീക്ക് കിട്ടേണ്ട ധനം എനിക്ക് കിട്ടേണ്ട ധനം കിട്ടിയോ എന്ന് ചോദിക്കാറുണ്ട്. അത് മഹർ എന്ന വാക്കിനർത്ഥമല്ല, ആലങ്കാരികമായി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ വ്യഭിചരിച്ചിട്ട് എനിക്ക് കിട്ടേണ്ട കിട്ടിയോ എന്ന് ചോദിക്കും. കൂലി എന്നല്ല അർത്ഥത്തിൽ പറയാറുണ്ടല്ലോ.
ആ അർത്ഥത്തിൽ ആലങ്കാരികമായി ഉപയോഗിച്ച വാക്കെടുത്തിട്ടാണ് മുസ്ലിങ്ങൾ ഈ പറയുന്നത്. ഫതഹുൽ മീന കൊണ്ടുവരെന്താ, ഇങ്ങനെ ആലങ്കാരികമായി ഭാഷയിൽ ഉപയോഗിച്ചിരുന്നു എന്നാണ്. മഹിറിന് ഒരു മഹിറുൽ ബഗയ്യി, ബഗയ്യ് എന്ന് പറഞ്ഞാൽ സാനിയത്തിന്റെ ഉജിറിന് ആലങ്കാരികമായി എല്ലാവരും അല്ല, ചിലവർ ഉപയോഗിച്ചിരുന്നു. മഹ്റുൽ ബുദ്അ, സ്ത്രീയുടെ ലൈംഗിക അവയവത്തിന് ചിലർക്കര അങ്ങനെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ പിന്നീട് വന്ന ഡിക്ഷണറികളിലാവട്ടെ ഭാഷാ പ്രയോഗങ്ങളിലാവട്ടെ അത് കാണുന്നില്ലതാനും. മാത്രമല്ല ഇന്ന് ഇപ്പൊ സന്ദർഭത്തിൽ നിന്നാണ് അർത്ഥം. മഹ്റുൽ ബഗയ്യ് എന്ന് പറയുന്നതും മഹ്റുൽ മർഅത്തി അംഹർഹ, ഞാനൊരു മഹ്റ് കൊടുത്ത ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിന് കൊടുക്കുന്ന കൂലിയാണെന്നാണോ അതിനർത്ഥം വരിക? വ്യഭിചാരത്തിന്റെ കൂലി ബാപ്പി ഇമ്മി നാട്ടുകാരൊക്കെ കൂടിയിട്ട് വേണോ വ്യഭിചാരം ഒപ്പിച്ചു കൊടുക്കാൻ? അങ്ങനെയാണോ ഒപ്പിച്ചു കൊടുക്കല്? ഈ സന്ദർഭത്തിൽ നല്ല അർത്ഥം പറയല്. വാക്കുകൾക്ക് ഒരു വാക്കിന് അസ്ലിയായ ഉണ്ട് തന്നെ കൂട്ടുക, അങ്ങനെയൊന്നും മഹറിന് അർത്ഥമല്ല, അങ്ങനെ ഉണ്ടെന്ന് കൂട്ടുക. പിന്നീട് ആ വാക്ക് എന്തിനാ ഉപയോഗിക്കുന്നത് എന്നുള്ളതാ പിന്നെ പരിഗണിക്കുക. ഇപ്പോ വറദ എന്നൊരു വാക്കുണ്ട്. വറദ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ വെള്ളം കുടിക്കുന്ന വരുന്നതിനാണ് വറദ. മൗരിദ് എന്നുള്ള ഡിക്ഷണറി ഉണ്ട്. മൗരിദിന്റെ യഥാർത്ഥ വാക്ക് എന്താണെന്ന് അറിയോ? മൃഗങ്ങൾ വെള്ളം കുടിക്കുന്ന സ്ഥലം എന്നാണ്. പക്ഷെ ഇന്ന് ആ വാക്ക് എന്തിനാ ഉപയോഗിക്കാറിയോ? എന്തൊരാവശ്യത്തിന് വേണ്ടി നമ്മൾ ചെന്നാലും വറത്തു, ഞാൻ ഒരു ആവശ്യമായിട്ട് വരത്തി ചെന്നു. മൗരിദ് മനുഷ്യന്റെ ഡിക്ഷണറിക്ക് വരുന്നത് എന്താ? ദാഹാർത്തരായ മനുഷ്യർ വിജ്ഞാനം അന്വേഷിക്കുന്ന ഇടം എന്നാണ്. ഒരു വാക്കിന് ആദ്യം ആ അർത്ഥം ഉണ്ടാവും. കൂലി എന്നില്ലേ എന്നാണ് പിന്നെ വരെ ചോദ്യം. എന്താണ് മഹറിന് ഖുർആനിൽ തന്നെ കൂലി എന്ന് പറഞ്ഞിട്ടില്ലേ എന്നുള്ളതാണ്. ഇപ്പോൾ മൂസാ നബി മഹർ 8 വർഷത്തോളം മൂസാ നബിയുടെ ഭാര്യനെ വിവാഹം കഴിക്കുമ്പോൾ മൂസാ നബിയുടെ അമ്മോഷൻ വെച്ചത് എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ പറയുന്നത് 8 കൊല്ലം ഇവിടെ സേവനം ചെയ്തിട്ടുള്ള ആ ഉജിറാണ്. അവിടെ ഉജിർ നാക്കിസസിൽ പറയുന്നത്, ഖുർആനിൽ പറയുന്നത്. അപ്പൊ കൂലി, ഇനി കൂലി തന്നെ എടുത്തോളൂ. കൂലിയാണ് മോശമെങ്കിൽ ഇന്ന് ഭൗതികവാദികൾ ലൈംഗിക തൊഴിലായി സ്വീകരിച്ചവരാണ്. ലൈംഗികതയെ ഒരു തൊഴിലായി സ്വീകരിച്ചവരാണ്. ഒരു ലൈംഗിക തൊഴിലാളിക്ക് കിട്ടുന്ന ഈ കൂലിയും നേരം പ്രഭാതം മുതൽ പ്രദോഷം വരെ അധ്വാനിച്ച് കിട്ടുന്ന ഈ കൂലിയും, കൂലി എന്നുള്ളൊരു വാക്ക് ഇവിടെയുണ്ട്, വ്യഭിചാരിക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇനിമേൽ കൂലി എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിന് കൊടുക്കുന്ന സംഖ്യയാണ്, അതുകൊണ്ട് നമ്മൾ കൂലി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറയുമോ? ആ രണ്ട് സന്ദർഭം തന്നെ വ്യത്യാസപ്പെടുന്നില്ലേ? ലൈംഗികത തൊഴിലായി സ്വീകരിച്ചവർക്ക് കൊടുക്കുന്ന കൂലി അത് കൂലി തന്നെയാണ്. ആ കൂലി നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കൂലി പോലെയായി കാണാൻ പറ്റുമോ? സന്ദർഭത്തിന് അർത്ഥം മാറില്ലേ? അല്ലെങ്കിൽ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ യുക്തിവാദിയൊക്കെ എന്താ വ്യഭിചാരം? എന്റെ ഭാര്യയും അപ്പുറത്തെ ഒരുത്തനും തമ്മിൽ ബന്ധപ്പെട്ടു, പരസ്പരം സമ്മതമാണെങ്കിൽ, ഇന്ന് ഭരണഘടന പോലും അത് സമ്മതിച്ച്, ഇന്നത്തെ നിയമം പോലും അതിന് അംഗീകാരമാണ് കൊടുക്കുന്നത്. മറ്റേ പിന്നെ പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, നമ്മളെ മമ്മൂട്ടി അഭിനയിച്ച, എന്താണ് എൻ്റെ പേര്, സൈന്യത്തില് പിന്നെ ഒരു പാട്ടുണ്ട്, എന്താണ്, പാറി നടക്കും പക്ഷികളൊന്നും വേളി കഴിക്കാറില്ല അല്ലേ? നോക്കൂ. മാത്രമല്ല ഒന്നിച്ചുറങ്ങാൻ താലിയും, പിന്നെ അതിൽ പറയണത് മാരേജ് ആക്ടും താലിയും ഒന്നും വേണ്ട എന്നാണ്. ഒന്നിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗുഡ് ബൈ ബൈ ചൊല്ലി പിരിയാം എന്നൊക്കെയാണ് ആ പാട്ടിലുള്ളത്. നിങ്ങൾ നോക്കൂ, ഇതാണ് ഭൗതികവാദികളുടെ വിവാഹം. പൂച്ചക്ക് വിവാഹം കഴിച്ചിട്ടുണ്ടോ? പട്ടികൾ വിവാഹം കഴിക്കാറുണ്ടോ? പോത്തുകൾ വിവാഹം കഴിക്കാറുണ്ടോ എന്നുള്ളത് ലിവിങ് ടുഗദർ ചർച്ചയിൽ വന്ന് ഇരുന്ന് പറയാണ്. ആരായി പറയുന്നത്? ഫാൻറ്റും ഷൂട്ടൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനായിട്ട് വന്നിട്ട്. പൂച്ചയും പട്ടിയൊന്നും ഫാൻറ്റും ഷർട്ടൊന്നും ഇടാറില്ല. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? അവര് പിന്നെ പട്ടി വിവാഹം കഴിക്കോ പൂച്ച വിവാഹം കഴിക്കാറുണ്ടോ എന്നാ ചോദിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ സമൂഹത്തെ എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? ഇവിടെ ഇസ്ലാം മാത്രമല്ല, ഓരോ മതത്തിനും മതത്തിൻ്റെതായ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. വിവാഹത്തെക്കുറിച്ച് ഗോത്രീയപരമായ ആചാരങ്ങളുണ്ട്, ദേശീയപരമായ ആഘോഷങ്ങൾ, പിന്നെ സിസ്റ്റങ്ങളുണ്ട്. ഏത് സിസ്റ്റത്തിലായാലും 4 ആൾ അറിഞ്ഞ് വിവാഹം കഴിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വിവാഹ രീതി. ഇതാണ്. ചിലയിടത്ത് താലി കൊടുത്തിട്ടാണ്, ചിലയിടത്ത് കൂദാസയാണ്, ചിലയിടത്ത് പിന്നെ വെറ്റിലയും പിന്നെ അടക്കുകയാണ്. ഓരോ മതത്തിലും ഓരോ ജാതിയിലും ഓരോ ദേശത്തും ഓരോരോ വിവാഹ രീതിയാണുള്ളത്.
എന്തിനേറെ ഇസ്ലാമിൻ്റെ പ്രത്യേകത, ഒരാള് ഒരു ഗോത്രത്തിലോ വിവിധ മതത്തിലോ ഉള്ള ഒരു ഭാര്യയും ഭർത്താവും ആ ഗോത്രത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആചാരമനുസരിച്ച് അവർ വിവാഹിതരായി രണ്ടാൾ ഒന്നിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചാൽ പിന്നീട് വിവാഹം കഴിക്കണോ ഇസ്ലാമിക സിസ്റ്റം അനുസരിച്ച് നോക്കിയാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണ്, പിന്നീട് കാരണം രണ്ടാൾ ഒന്നിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു, അതിന് മക്കളുണ്ട്, ഇനി അവർക്ക് വീണ്ടും ഒരു വിവാഹത്തിന്റെ ആവശ്യമില്ല, ആ വിവാഹത്തെ പരിഗണിക്കുന്നു. മഹർ എന്ന വാക്ക് ഇസ്ലാം കൊണ്ടുവന്നതും അല്ല, ഇസ്ലാം മതത്തിന്റെ മുമ്പേ ഉള്ള ഒരു വാക്കാണ്. ആ വാക്ക് ഇസ്ലാമും അങ്ങ് സ്വീകരിച്ചു. എന്നാൽ ഖുർആൻ ആ വാക്ക് ഉപയോഗിച്ചില്ല. ഖുർആനിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്ന വാക്കുകൾ ഖുർആൻ കൊണ്ടുവരില്ല. ഖുർആനിൽ വാക്ക് ഉപയോഗിക്കുന്ന ജിമാ എന്ന വാക്ക് പിന്നെ സംസർഗത്തിന് ഉപയോഗിക്കുന്ന പേരാണ്. ആ വാക്ക് ഒരു ഖുർആൻ ഉപയോഗിച്ചിട്ടില്ല. എന്താ ഉപയോഗിക്കാത്തത്? റഫത്ത് എന്നൊക്കെ ഖുർആൻ ഉപയോഗിച്ചത്. റഫത്ത്, മുബാഷിർ, ബാഷിർ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിച്ചത്. ഖുർആൻ ഓരോ വാക്ക് ഉപയോഗിക്കുമ്പോൾ പോലും വളരെ കൃത്യമായി മനോഹരമായിട്ടാണ് ഉപയോഗിക്കുക. എത്ര തന്നെ വിമർശിച്ചാലും നിങ്ങൾക്ക് ഖുർആനെ വിമർശിക്കാൻ കഴിയില്ല. അപ്പൊ ഈ ഖുർആനെ വിമർശിക്കാന്നുള്ള പേരും പറഞ്ഞുകൊണ്ടാണ് പുസ്തകം വെച്ചുകൊണ്ട് എന്തൊക്കെ പല യുക്തിവാദ വിമർശന പുസ്തകങ്ങളും വെച്ചുകൊണ്ട് ഖുർആനിലുള്ളതാണ് എന്നുള്ള രീതിയിലാണ് ഈ പറയുന്നത്. കേൾക്കുന്ന ഇതര മതസ്ഥർ കേട്ടാൽ ഈ മഹർ എന്നൊക്കെ ഖുർആനിലുണ്ടോ, അതിന്റെ അർത്ഥം ഇതാണോ എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ ക്ലാസ് എന്നുള്ള പേരിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ ഖുർആന്റെ പരിഭാഷയിൽ നിന്നാണോ, ഖുർആന്റെ തഫ്സീറിൽ നിന്നാണോ, ഏതെങ്കിലും അറബി ഭാഷാ ഡിക്ഷണറിയിൽ നിന്നാണോ? അല്ല. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ഇനി ചർച്ചയിൽ ഇടപെടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിങ്ങനെ ഏകപക്ഷീയമായി സംസാരിക്കുന്നില്ല. മാത്രമല്ല ഇപ്പം നമ്മുടെയൊക്കെ കൈകളിൽ മൊബൈലുകളും ഇതൊക്കെ സംവിധാനം നമ്മളൊക്കെ ഈ യുക്തിവാദികളുടേത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് നമുക്ക് തോന്നിയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിമർശനങ്ങൾക്കൊക്കെ പണ്ഡിതോചിതമായ മറുപടികൾ എല്ലാ കാലത്തും പണ്ഡിതന്മാർ നൽകിയിട്ടുമുണ്ട്. ചിലത് പണ്ഡിതന്മാർ അവഗണിക്കാറുണ്ട്. അത് ഇതുകൊണ്ടാണ്, കേൾക്കുമ്പോൾ തന്നെ തിരിയും അത് മറുപടി കൊടുക്കേണ്ടതാണോ അല്ലേ എന്നുള്ളത്. ജബ്ബാർ മാഷിൻ്റെതും ഇവിടെയുള്ള ആരിഫ് ഹുസൈൻ്റെതും ജാമിദയുടെ ഒന്നും മറുപടി അർഹിക്കുന്നില്ല. കാരണം അവർ പറയുന്നത് പച്ച കള്ളമാണ്. പിന്നെ അതിൻ്റെ ഒരു ദുരുദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിട്ട് ആദ്യമേ വെറുപ്പുൽപ്പാദിപ്പിക്കാനുള്ള ലക്ഷ്യത്തിനാണ് പറയുന്നത്. ഇപ്പോൾ ആരിഫ് പറയുന്നുണ്ടില്ലേ, നിങ്ങൾ അയൽവാസികളെ സഹായിക്കണമെന്ന് ഇസ്ലാം പറയുന്നു. ഏറ്റവും കൂടുതൽ നിങ്ങൾ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞവിടുത്ത് ഹദീസിൽ ഇല്ലാത്ത ഇയാൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞ എന്താ, അത് മുസ്ലിമായ അയൽവാസി നടണ്ട് എന്നാണ്. ആ ഹദീസിന് പല കാറ്റഗറി ഉണ്ട്. ഹദീസ് ലഈഫ് ഉണ്ട്, സ്വഹീഹ് ഉണ്ട്, ഹസൻ ഉണ്ട്, പലതുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഒരു ഹദീസിലില്ലാത്ത മത്തിനിലില്ലാത്ത ഒരു വാക്കങ്ങ് പറയാം. അത് എവിടുന്ന്? ടി വി ചർച്ചകളിൽ എപ്പോഴും വിളിക്കുക ഇതുപോലുള്ള ഇസ്ലാം മത വിമർശകരെയാണ്. ഇസ്ലാമിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിക്കുക. മുസ്ലിങ്ങളെ ഏത് പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത് ആരെയാണ്? മുസ്ലിങ്ങളല്ലാത്ത, ഞാൻ ഇസ്ലാമല്ല എന്ന് പറയുന്ന, ഇസ്ലാമിനോട് താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകളെയാണ് ഇസ്ലാമിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിക്കുക. അവിടെ വന്നിട്ട് ഒരു പറയുന്നതാണിത്. അപ്പൊ പൊതു ഇടം പോലും ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ചാനലുകൾക്കും അത് ഉദ്ദേശമുണ്ട്. കാരണം ഇസ്ലാമിനെ വിമർശനം ഒരു ശത്രുതാപരമായി അല്ലെങ്കിൽ വെറുപ്പുൽപാദനപരമായി സംസാരിച്ചാലാണ് ഇവിടുത്തെ ഫാസിസ്റ്റുകൾ കാണുള്ളൂ, അപ്പോഴേ കാസക്കാർ കാണുള്ളൂ, അപ്പോഴേ അതിന് റീച്ച് ഉണ്ടാവുള്ളൂ. ഇസ്ലാമിനെ സമഗ്രമായി പറയുന്ന ഒരു വീഡിയോ എത്ര ആൾ കാണും? ആരും കാണുന്നില്ല. കാണുന്നവർക്കൊക്കെ താല്പര്യം മറ്റേ ഈ വീഡിയോ കാണാനാണ്, ഇസ്ലാമിനെ കുറിച്ച് ചീത്ത പറയാൻ. അവരാണെങ്കിൽ എപ്പോഴും നോക്കും, അവരുടെ വിമർശനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കും, എപ്പോഴും സെക്സ് പറയാനാണ് താല്പര്യം. തുണിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറഞ്ഞാലാണ് ആളുകൾക്ക് ചിരിപ്പിക്കാൻ പറ്റുള്ളൂ. ആളുകൾ അങ്ങനെ പറഞ്ഞാലേ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അവരുടെ ഈ ആശയത്തെ. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കണം, വെറുപ്പുൽപാദിപ്പിക്കണം. അതിനാണ് അവർ ഈ മെനക്കെടുന്നതൊക്കെ. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കൂ. ഒരൊറ്റ ചർച്ച എടുത്ത് നോക്കിയാൽ ഒരു 10-20 കള്ളം ഉണ്ടാവും. ഒരിക്കലും എന്നാലോ ഞാൻ കള്ളം പറഞ്ഞില്ലല്ലോ, ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്ക്, ഫതഹുൽ മുഈൻ തന്നെ അയാൾ മഹർ എന്നുള്ള എടുത്തത്, മഹർ എന്നൊരൊറ്റ വാക്കാണ്. അതിന്റെ താഴെ വായിച്ചാൽ, അല്ലെങ്കിൽ തന്നെ ആ ഖുർആൻ പരിഭാഷ, ഈ അദ്ദേഹം ഓതുന്ന സൂറത്തുൻ നിസായിലെ 4-ാം വചനത്തിന്റെ മലയാള പരിഭാഷകൾ ഇന്ന് ലോകത്തുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ 30ഓളം പരിഭാഷ ഉണ്ട്. അത് ഏതെങ്കിലും ഒന്ന് വായിച്ച് പറയുകയാണെങ്കിൽ രസമുണ്ട്. ഇപ്പൊ ടി കെ ഉബൈദ് സാഹിബിന്റെ ഖുർആൻ പരിഭാഷ ഉണ്ട്,
പിന്നെ ഉമർ മൗലവിൻ്റെ ഉണ്ട്, പിന്നെ കൂറ്റനാട് എഴുതിയ പരിഭാഷയുണ്ട്, വലിയ കാതി എഴുതിയ പരിഭാഷയുണ്ട്, പല പരിഭാഷയുണ്ടല്ലോ. പരിഭാഷകൾക്ക് പല സംഘടനാപരമായ താല്പര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ ഖുർആൻ വിമർശനം നല്ല എളുപ്പം. എന്താ കാരണം അറിയോ? പല സംഘടനകളും ഉണ്ട്. പല സംഘടനകളുടെ പരിഭാഷ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു സംഘടന മറ്റേ സംഘടനക്ക് വിമർശിച്ചിട്ടുണ്ടാവും. അത് വെച്ചാൽ തന്നെ ഒരു വിമർശനമാണ്. ഒരു വിമർശനം വേറെ പഠിക്കേണ്ട കാര്യമല്ല. അങ്ങനെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു. മഹർ എന്ന കാര്യം വിളിച്ചിട്ട് അതുപോലും അല്ലല്ലോ പറയുന്നത്. അപ്പൊ പറച്ചല്ലോ ഒരു തീരെ സത്യസന്ധത ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവരികയാണ് ഇമാം. പിന്നെ ഒരിക്കലും ഫത്ഹുൽ മുഈന്റെ രചയിതാവ് ഫിഖിന്റെ കിതാബുകൾ ചിലപ്പൊക്കെ ഇജ്തിഹാദിയായ വിഷയം പറയും. നമ്മളൊന്ന് മനസ്സിലാക്കാനേ പറഞ്ഞു. ജബ്ബാർ മാഷ് അങ്ങ് വിട്ടിട്ട് ഫിഖിന്റെ കിതാബിൽ ഇജ്തിഹാദിയായ വിഷയം പറയും. ഇജ്തിഹാദിയായ വിഷയം പറയുമ്പോൾ അതിൽ കൊള്ളാവുന്നതും തള്ളാവുന്നതും ഉണ്ടാകുമെന്നത് അവര് തന്നെ പറഞ്ഞതാണ്. അത് ഖുർആനല്ല, ഹദീസല്ല. മാത്രമല്ല എല്ലാവരുടെ വാക്കിലും കൊള്ളാവുന്നതും തള്ളാവുന്നതും ഉണ്ടാകും, നബിയുടെ വാക്കൊഴികെ എന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ള പറഞ്ഞത്. എല്ലാവരുടെ വാക്കിലും ഉണ്ടാകും. അവർ ഗവേഷണാത്മകമായി സംസാരിക്കുകയാണ്. ആ ചില കാര്യങ്ങൾ അവരൊരു വാക്കെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ ആ വാക്കിന്റെ ഒരു നിർവചനം പറയും, ആ വിഷയത്തിന്റെ നിർവചനം പറയും, ആ വാക്ക് എങ്ങനെയെല്ലാം രൂപപ്പെട്ടതാണെന്ന് പറയും. ഓരോ വാക്കും ചില സന്ദർഭങ്ങളിൽ രൂപപ്പെടും. അതവർ പറയും. ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു ചോറ് ഇങ്ങനെ വിളമ്പി വെച്ച് വറ്റ് എന്നും പറയും, നമ്മൾ ചോറെന്നും പറയും. എപ്പോഴാ വറ്റ് എന്ന് പറയാ, എപ്പോഴാ ചോറ് എന്ന് പറയാ? അപ്പൊ നമ്മളോട് ചോദിക്കാലോ, എപ്പോഴാ വറ്റ് എന്ന് പറയാ? ഇത് ഒരാള് അരിയെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരാള് ഇന്ന സ്ഥലത്ത് വെന്ത് കഴിഞ്ഞാൽ വിളമ്പുന്നതിന് മുമ്പ് ഒരാള് അതിന് വറ്റ് എന്ന് പറയുന്നു, ഒരാൾ ചോറ് എന്ന് പറയുന്നു. വറ്റിന് എപ്പോഴാ പറയാ? പ്ലേറ്റിന് താഴെ വീഴുമ്പോൾ അതിന് വറ്റെന്ന് പറയും. ഇങ്ങനെ ഒരാൾ അങ്ങോട്ട് എഴുതി നിട്ടുക. അതും ഏതെങ്കിലും വാക്കെടുത്തിട്ട് ആരെങ്കിലും തർക്കിക്കാൻ പോകലുണ്ടോ? ഇവിടുത്തെ പ്രാദേശികമായ ചർച്ചകൾ എന്നല്ലാതെ അങ്ങനെ ഓരോ മുസ്ലിങ്ങൾ ഫത്ഹുൽ മുഈനൊന്നും കാണാത്ത ലോകത്തെവിടൊക്കെ ഉണ്ട് മുസ്ലിങ്ങൾ? നിങ്ങൾ ആലോചിച്ച് നോക്കും, ലോകത്തെവിടൊക്കെ ഉണ്ട് മുസ്ലിങ്ങൾ? ഈ ഫത്ഹുൽ മുഈൻ എത്ര കാലം മുമ്പ് എഴുതിയതാണ്? വളരെ കുറഞ്ഞ കാലം, 300-400 കൊല്ലം മുമ്പ് സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയതാണ്. അതിന് മുമ്പ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ വാപ്പയും ഉസ്താദുമാരൊക്കെ മുസ്ലിങ്ങളല്ലേ? അവര് ഖുർആൻ ഓതിയിട്ടല്ലേ വിവാഹം കഴിച്ചതൊക്കെ? അപ്പൊ എന്താണ് ഈ പറയുന്നത്? സാമാന്യമായിട്ട് ഒരു അന്വേഷണത്തിന്റെ സ്വഭാവം കാണിക്കണമല്ലോ. വിമർശിച്ചോട്ടെ, അത് തർക്കമൊന്നുമില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിമർശിക്കുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ പഠിക്കാനും തിരുത്താനും പറ്റുള്ളൂ. വിമർശനത്തിന്റെ സ്വഭാവം അന്വേഷണമായിരിക്കണം, ഗവേഷണമായിരിക്കണം. ഗവേഷണമില്ലാത്ത, അന്വേഷണമില്ലാത്ത, തൊള്ളയിൽ തോന്നിയതൊക്കെ അങ്ങ് പറയാൻ കുത്തിരുന്നാൽ അതൊരു സമൂഹത്തെ കുറിച്ചിട്ട് എല്ലാവരും വ്യഭിചാരികളാണ്, വ്യഭിചാരമാണ് ഇസ്ലാമിലുള്ളത് എന്നങ്ങ് അടക്കി ആക്ഷേപിച്ചാൽ, അത് ഖുർആൻ ക്ലാസ് എന്നുള്ള പേരിൽ ഞാൻ ഖുർആൻ ക്ലാസ് അല്ലേ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ചെയ്താൽ നമ്മളതിന് മറുപടി അർഹിക്കുന്നില്ല അവരുടെ വാക്കുകൾക്കൊന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരുടെ വാക്കുകൾക്കൊന്നും മറുപടി പറയേണ്ടതില്ല, മിണ്ടാതിരിക്കലാണ്. പിന്നെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇത് മുസ്ലിങ്ങളല്ലാത്തവർ ഇയാളെ വീഡിയോ കേൾക്കുന്നവർ ബഹുഭൂരിപക്ഷം ആളുകളും മുസ്ലിങ്ങളല്ലാത്തവരാണ്. അവർ ഇസ്ലാമിനെ കുറിച്ച്, മുസ്ലിങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിക്കും. ഈ മഹർ എന്നുള്ളതൊക്കെ ഖുർആനിലുണ്ട് എന്നാണ് വിചാരിക്കുക. ഇയാൾ വായിക്കുന്നത് ഖുർആൻ പരിഭാഷയിൽ നിന്നാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. അവിടെയാണ് നമ്മൾ ഇതിനെ വിമർശിക്കേണ്ടി വരുന്നത്. വിമർശിക്കൽ, അയാളോട് തിരുത്തിയാൽ അയാൾ ഈ തെറ്റിദ്ധാരണ ഞാൻ ഇനി മുതൽ തിരുത്തുമെന്ന് അയാൾ പറയുന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റുന്ന അവസരം ഉണ്ടെങ്കിൽ പറയാന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഞാൻ ചെറിയ കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അധിക വീഡിയോ എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, ഇതുപോലുള്ള തംബ്നെയിലുകളായിരിക്കും. ഉള്ളിലേക്ക് ചെന്നാലോ വിഷയങ്ങളുമായിട്ട് ഈ ആയത്തുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഖുർആൻ വായിക്കാൻ അറിയാത്ത ഒരാൾ മിനിമം ഖുർആൻ വായിക്കാൻ അറിയണം. ആ വായിച്ചിട്ട് ഓരോ വാക്കി മഹർ, അയാൾക്ക് എവിടെ നിന്നാണ് ഈ മഹർ, മഹറ, യംഹൂറു, മാഹിർ, മംഹൂർ, ഇങ്ങനെ അത് ഗവേഷണം ചെയ്ത് മാഹിർ എന്നുള്ള വാക്ക് ഒരു വിഷയത്തിലെ പ്രാഗൽഭ്യം തെളിയിക്കുന്നതിന് പറയുന്ന വാക്കാണ്. മാഹിറാണ്, കണക്കിൽ മാഹിറാണ്, സയൻസിൽ മാഹിറാണെന്ന് പറഞ്ഞാൽ അപ്പൊ മംഹൂർ, മാഹിർ, ഇതൊക്കെ വേർതിരിച്ച് ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ, അയാൾക്ക് പറയാൻ കിട്ടൂല. എനിക്കറിയാം പറയാൻ കിട്ടൂല. അങ്ങനത്തെ ഒരാളാണ് ഈ വാക്ക് കൊടുത്തിട്ട് മുസ്ലിങ്ങൾ വ്യഭിചാരികളാണ്, വ്യഭിചാരാണ് ഇസ്ലാമിലുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങളുടെ ചർച്ചയിൽ ഇടപെടാം എന്ന് പറഞ്ഞുകൊണ്ട് വാഹിറു കലാമി ഹാദാ. അസ്സലാമു അലൈക്കും.